നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ആരാണ് വിക്രമാദിത്യൻ. പെറ്റ പന്തിരകുലം എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തതാണ് ഈ ഭാഗം. വീണ ബുക്സ് ഹൗസ്, പേട്ട, തിരുവനന്തപുരം, കടപ്പാട്. അപ്പോൾ നമുക്ക് കേൾക്കാം ആരാണ് വിക്രമാദിത്യൻ. കഥയിൽ ചോദ്യമില്ല. അതിപുരാതന കാലത്ത് മഹേന്ദ്രാദിത്യൻ എന്നൊരു രാജാവ് വടക്കേ ഇന്ത്യ ഭരിച്ചിരുന്നതായി കേൾവികൾ ഉണ്ട്. സൗമ്യദർശിനി എന്ന രാജകുമാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. വിവാഹിതരായി വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ആ ദമ്പതികൾക്ക് സന്താനഭാഗ്യം ഉണ്ടായില്ല. മഹേന്ദ്രാദിത്യൻ പരമശിവഭക്തനായിരുന്നു. തൻ്റെ കാലശേഷം രാജ്യം ഭരിക്കാൻ ഒരു പുത്രനില്ലല്ലോ എന്നോർത്ത് രാജാവ് വളരെയധികം ദുഃഖിച്ചു. പുത്രലബ്ധിക്കായി ആ ദമ്പതികൾ സാക്ഷാൽ പരമേശ്വരനെ ശരണം പ്രാപിച്ചു. പൂജകളും വഴിപാടുകളും വ്രതാനുഷ്ഠാനങ്ങളുമായി കാലം ഏറെ കടന്നുപോയി. ഭക്തവത്സലനായ ശിവൻ ഒടുവിൽ ആ ഭക്തരിൽ കനിഞ്ഞു. നിഷ്കപടമായ അവരുടെ ഭക്തി കണ്ട് ശ്രീ നീലകണ്ഠൻ പ്രസാദിച്ചു. പ്രിയഭക്തരായ ആ ദമ്പതികൾക്ക് പുത്രഭാഗ്യം ഉണ്ടാകാൻ മുക്കണ്ണൻ അനുഗ്രഹിച്ചു. അതിനുശേഷം ശിവൻ മാല്യവാൻ എന്ന തൻ്റെ പാർഷദനെ വിളിച്ച് അരുളി ചെയ്തു: അല്ലയോ മാല്യവാൻ, നീ എനിക്ക് എന്നും പ്രിയപ്പെട്ടവനാണ്. ഭൂമിയിൽ ദുഷ്ടന്മാരുടെ ശല്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ദുഷ്ടരെ നിഗ്രഹിച്ച് ശിഷ്ടരെ രക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതിനാൽ ഉടൻ ഭൂമിയിലേക്ക് പുറപ്പെടുക. അവിടെ എൻ്റെ ഭക്തനായ മഹേന്ദ്രാദിത്യൻ എന്ന രാജാവ് പത്നി സമേതം പുത്രലബ്ധിക്കായി കഠിനവ്രതങ്ങൾ മുഴുകി കഴിയുകയാണ്. സൗമ്യ ദർശിനിയുടെ ഉദരത്തിൽ നീ ശിശുരൂപത്തിൽ പ്രവേശിച്ച് അവരുടെ ആഗ്രഹം നിറവേറ്റുക. എൻ്റെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കും. വരുംകാലം വിക്രമാദിത്യൻ എന്ന പേരിൽ നീ പ്രശസ്തനായി തീരും. കടമ നിർവഹിച്ച ശേഷം മാല്യവാൻ കൈലാസത്തിലേക്ക് തന്നെ മടങ്ങുക. ഉദ്ദേശശുദ്ധി ഉദാത്തമല്ലേ, എല്ലാം മംഗളമായി ഭവിക്കും. വ്യാസനാഥൻ്റെ ആജ്ഞപ്രകാരം മാല്യവാൻ മഹേന്ദ്രാദിത്യൻ്റെയും സൗമ്യദർശിനിയുടെയും പുത്രനായി ജനിച്ചു. ആ ശിശുവാണ് പിൽക്കാലത്ത് വിശ്വവിഖ്യാതനായി തീർന്ന വിക്രമാദിത്യ ചക്രവർത്തി. ഇദ്ദേഹം വിദ്യാസാഗറിൻ്റെ മകനാണെന്നും അഭിപ്രായമുണ്ട്. അതിബുദ്ധിമാനും വീരപരാക്രമിയും പ്രജാക്ഷേമ തൽപരനുമായ ഒരു രാജാവായിരുന്നു വിക്രമാദിത്യൻ. പിതാവിൻ്റെ കാലശേഷം അദ്ദേഹം ആ കൊച്ചു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായി തീർന്നു. രാജകുമാരന് പിതാവിൽ നിന്ന് ലഭ്യമായത് ഒരു നാട്ടുരാജ്യമായിരുന്നു. സുന്ദരമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള മോഹം അദ്ദേഹത്തെ കൂടുതൽ ചിന്താലുവാക്കി. അതിവിശാലമായ ഒരു സാമ്രാജ്യമായി തൻ്റെ കൊച്ചു രാജ്യത്തെ വികസിപ്പിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ അദ്ദേഹം കൈക്കൊണ്ടു. നദികളും തടാകങ്ങളും പുൽപ്പരപ്പുകളും കൊണ്ട് ഹരിതാഭമായ സാമ്രാജ്യത്തിൽ കലകളുടെ കേളീരംഗങ്ങൾ സൃഷ്ടിക്കണം. കലാകാരന്മാരെയും ബുദ്ധിജീവികളെയും പാർപ്പിക്കണം. രാജ്യസദസ്സ് തന്നെ ഇന്ദ്ര സദസ്സിനോട് കിടപിടിക്കുന്നതായിരിക്കണം. കോട്ടയും കൊത്തളങ്ങളും കാവൽക്കാരെയും ബാല്യക്കാരെയും കൊണ്ട് നിറഞ്ഞതായിരിക്കണം. ഒരു മഹാ സാമ്രാജ്യത്തിൻ്റെ പ്രൗഢിയും പ്രതാപവും വിക്രമാദിത്യൻ സ്വപ്നം കണ്ടിരുന്നു. സുരലോക നർത്തകികളുടെ വേദികളെപ്പോലും വെല്ലുവിളിക്കുന്ന നൃത്തമണ്ഡപങ്ങളും കലാവേദികളും സംഗീത സദസ്സും നിറഞ്ഞ തൻ്റെ രാജ്യം ശൃംഗാര ലാസ്യ ലഹരി ഉടിക്കുന്ന ഭാവമതാലസ മർമ്മര ധ്വനികളാൽ മുഖരിതമാകണം. ആ രാജൻ അങ്ങനെയെല്ലാം ആശിച്ചുപോയി. ആ ആഗ്രഹങ്ങൾക്കൊത്ത് വളരാനും വിക്രമാദിത്യന് കഴിഞ്ഞു എന്നതാണ് സത്യം. ഇതുകൊണ്ടൊന്നും വിക്രമാദിത്യൻ തൃപ്തിപ്പെട്ടില്ല. തൻ്റെ യശസ് ലോകമെമ്പാടും വ്യാപിക്കണം. സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി അതിഗംഭീരമായിരിക്കണം. നല്ലൊരു പട്ടണവും സ്ഥാപിക്കണം. പർവ്വതത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നതും 20 നാഴിക വിസ്തീർണമുള്ളതുമായിരിക്കണം ആ സ്ഥലം. അതിന് മധ്യത്തിലൂടെ ഒഴുകുന്ന ഒരു നദി ഉണ്ടാവണം. അങ്ങനെയുള്ള ആ സ്ഥലത്തെക്കുറിച്ച് രാജാവ് സ്വപ്നം കണ്ടു. ആ അന്തരാളത്തിൽ തുടിച്ചു നിൽക്കുന്ന നവീന നഗരത്തിൻ്റെ രൂപകൽപ്പന നടത്തി ഉചിത സ്ഥലം കണ്ടെത്താൻ മന്ത്രിയായ ഭട്ടിയെ ചുമതലപ്പെടുത്തി. സഹോദരൻ്റെ അഭിവാഞ്ചയ്ക്കൊത്ത് സുന്ദര മോഹന സുരഭിലമായ സ്ഥലം കണ്ടുപിടിക്കുക എന്നതായിരുന്നു ഭട്ടിയുടെ അടുത്ത ശ്രമം. എന്നാൽ ഭൂലോകമെങ്ങും കറങ്ങി അലഞ്ഞ ഭട്ടി നിരാശയുടെ മടക്കയാത്ര ആരംഭിച്ചു. ആ യാത്രാമധ്യേ അയാളുടെ നയനങ്ങൾ അതിമനോഹരമായ ഒരു സ്ഥലത്ത് ചെന്നുവിട്ടു. അതാ അവിടെ ഒരു ദേവീക്ഷേത്രം കാണുന്നു. ഭട്ടി വളരെ ആകാംക്ഷയോടെ അങ്ങോട്ട് നടന്നു. ക്ഷേത്രത്തിനരികിലൂടെ ഒരു നദി ശാന്തമായി ഒഴുകുന്നുണ്ടായിരുന്നു. അത് പ്രഭാവതി നദിയായിരുന്നു. സ്ഥലത്തിൻ്റെ വിസ്തീർണം ഏതാണ്ട് 20 നാഴികയിൽ അധികമുണ്ടായിരുന്നു. തൻ്റെ യാത്ര വിഫലമായില്ലല്ലോ എന്നോർത്ത് ഭട്ടി സന്തോഷിച്ചു. ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് അയാൾ ആറ്റിലിറങ്ങി മുങ്ങിക്കുളിച്ചു. ഈശ്വരനെ കൈകൂപ്പി പ്രാർത്ഥിക്കാനായി ക്ഷേത്രത്തിലേക്ക് നടന്നു. അവിടെ മുന്നിൽ ഒരു ശിലാബിംബം. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അക്ഷരങ്ങളിൽ
ഭട്ടിയുടെ ശ്രദ്ധ തിരിഞ്ഞു. അയാൾ അടുത്ത് ചെന്ന് സൂക്ഷിച്ചു നോക്കി. ആ ലിഖിതം ശ്രദ്ധയോടെ വായിച്ചു. ഒരിക്കലല്ല, പല തവണ. ഈ നദിക്കരയിലുള്ള വൃക്ഷത്തിൽ 7 ഉറികൾ കെട്ടിയിട്ടുണ്ട്. നദിമധ്യത്തിൽ ഒരു ശൂലവും നാട്ടിയിരിക്കുന്നു. ഒറ്റ വെട്ടുകൊണ്ട് 7 ഉറികളും അറുത്ത് ആ ഊക്കോടുകൂടി ശൂലാഗ്രത്തിൽ തല കീഴായി പതിക്കുന്ന ആളിൻ്റെ മുന്നിൽ കാളീദേവി പ്രത്യക്ഷപ്പെടും. അയാളുടെ സർവാഭിഷ്ടങ്ങളും സാധിച്ചു കൊടുക്കും. കൂടാതെ ആ ഭാഗ്യവാൻ 56 രാജ്യങ്ങളുടെ അധിപതിയായി ക്ഷേമ ഐശ്വര്യങ്ങളോടുകൂടി ദീർഘകാലം നാടുവാഴുകയും ചെയ്യും. വായിച്ചു കഴിഞ്ഞപ്പോൾ ഭട്ടിക്കുണ്ടായിരുന്ന സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആ ധീരകൃത്യം ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരാൾ വിക്രമാദിത്യ രാജാവാണെന്ന് മനസ്സിലാക്കിയ ഭട്ടി വിവരം അറിയിക്കാൻ ഉടൻ തന്നെ രാജസന്നിധിയിലേക്ക് പുറപ്പെട്ടു. വിക്രമാദിത്യനെ കണ്ട് നടന്ന സംഭവം മുഴുവൻ ധരിപ്പിച്ചു. അപ്പോൾ തന്നെ രാജാവ് ഭട്ടിയെയും കൂട്ടി ശിലാലിഖിതം പേറുന്ന ക്ഷേത്രസന്നിധിയിൽ എത്തി. സസ്യശ്യാമളമായ ആ ദേശത്തിൻ്റെ പ്രകൃതി രമണീയത വിക്രമാദിത്യനെ വിസ്മയിപ്പിച്ചു. എന്തുകൊണ്ടോ ആകർഷണീയമായ ഈ സ്ഥലത്ത് താനൊരു മനോഹര പട്ടണം സ്ഥാപിക്കും. രാജാവ് ദൃഢപ്രതിജ്ഞ എടുത്തു. 1000 മോഹന പ്രതീക്ഷകളോടെ വിക്രമാദിത്യൻ ഭക്തിയോടുകൂടി ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. ശിലാലിഖിതം വായിച്ച ശേഷം ആ ഉദ്യമത്തിനായി ഒരുങ്ങി നിന്നു. ഭട്ടിയുടെ അവസരോചിതമായ ഉപദേശം മാർഗദർശകമായി. അദ്ദേഹം അവിടെ ആകെ ഒരു ഓട്ടപ്രദർശനം നടത്തി. ഉറികൾ ചക്രാകാരത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഭട്ടി നൽകിയ നിർദ്ദേശമനുസരിച്ച് വലത്തേ കൈയിൽ ഖണ്ഡം പിടിച്ചുകൊണ്ട് വിക്രമാദിത്യന് ഉറിയിൽ തൂങ്ങി. ഇടതുകാൽ ചവിട്ടി പിടിച്ചുകൊണ്ട് വലതുകാലുകൊണ്ട് 1-2 കറക്കം കറങ്ങി. തൽക്ഷണം 7 ഉറികളും ഒന്നായി ചേർന്ന് തിരിഞ്ഞ് ഒരു ചരട് പോലെ മുറുകിച്ചേർന്നു. ഒരു നിമിഷം കൊണ്ട് ഒറ്റ വെട്ടിൽ വിക്രമാദിത്യന് 7 ഉറികളെയും ഖണ്ഡിച്ചുകൊണ്ട് വായുവേഗത്തിൽ പാലഞ്ഞ് ശൂലത്തിൽ തല കീഴായി പതിക്കാൻ തുടങ്ങുമ്പോൾ ദേവി പ്രത്യക്ഷപ്പെട്ടു. വിക്രമാദിത്യന് ധീരതയിൽ സന്തുഷ്ടയ ദേവി പ്രകാരം അരുളി ചെയ്തു: ഹേ വിക്രമാദിത്യ, നിനക്ക് ദീർഘകാലം സമ്പൽ സമൃദ്ധിയോടെ രാജ്യം ഭരിക്കാൻ ഇടയാവട്ടെ. ഉചിതമായ വരം നൽകി ദേവി ആ ധീരനായ നൃപനെ അനുഗ്രഹിച്ചു. അമൂല്യ നിധികളുടെ സങ്കേതവും രാജന് കാണിച്ചു കൊടുത്തിട്ട് ദുർഗ അപ്രത്യക്ഷയായി. ആ നിധി കണ്ടെടുത്ത് വിക്രമാദിത്യ സുന്ദരമായൊരു നഗരം വാർത്തെടുത്തു. ശില്പകലാവൈദഗ്ധ്യം ഒത്തിണങ്ങിയ ആ രാജധാനി ഉജ്ജയിനി എന്നറിയപ്പെട്ടു. സകലവിധ സമ്പൽ സമൃദ്ധിയുടെയും വിളനിലമായിരുന്നു ഉജ്ജയിനി. ആ ഉജ്ജയിനിയെ തൻ്റെ തലസ്ഥാനമാക്കിക്കൊണ്ട് വിക്രമാദിത്യൻ ഭരണം നടത്തി വന്നു. നീതിമാനും ധർമ്മിഷ്ഠനും ഭരണതന്ത്രജ്ഞനും യുദ്ധനിപുണനും പ്രജാക്ഷേമ തൽപരനുമായ ഒരു രാജാവായിരുന്നു വിക്രമാദിത്യൻ. അദ്ദേഹത്തിൻ്റെ ഭരണകാലം സുവർണകാലം തന്നെയായിരുന്നു. ക്രമേണ തൻ്റെ കീർത്തി സ്വർഗത്തോളം വ്യാപിച്ചു. തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനായി വിക്രമാദിത്യൻ സാമന്ത രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കി. മനോസങ്കല്പങ്ങൾ പൂവണിഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ വിക്രമാദിത്യനും ഭട്ടിയും കൊട്ടാരത്തിൽ സസുഖം ആണ്. അപ്സരസുകളുടെ നൃത്ത മത്സരം. ദേവലോകത്ത് നർത്തകിമാർ തമ്മിൽ കിടമത്സരം ആരംഭിച്ച് യാദൃച്ഛികമായിട്ടായിരുന്നു. ഇന്ദ്രസദസ്സിലെ നർത്തകിമാരായ ഉർവശിയും രംഭയും തമ്മിൽ ആരംഭിച്ച പൊരുത്തക്കേട് ദേവലോകം മുഴുവൻ വിവാദമായി. 33 കോടി ദേവകളും 64 കോടി ഋഷികളും സിദ്ധന്മാരും കിംപുരുഷന്മാരും ചേർന്ന് ഇന്ദ്രസദസ്സിൽ പതിവായി ഒരു നൃത്ത മത്സരം നടത്താറുണ്ടായിരുന്നു. അവിടുത്തെ പ്രധാന നർത്തകിമാരായ ഉർവശിയും രംഭയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. അവർ പരസ്പരം തങ്ങളുടെ സാമർഥ്യത്തെക്കുറിച്ച് വാദിച്ചു. ഇവർ തമ്മിലുള്ള ഈ തർക്കം തീർക്കുന്നതിന് ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരും നാരദാദി ഋഷികളും വളരെയധികം ശ്രമിച്ചെങ്കിലും അവരുടെ കലാനിപുണതയെ വിലയിരുത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ദേവലോകമാകെ ചിന്താക്കുഴപ്പത്തിലായി. അപ്പോഴാണ് നാരദന് ഒരു ബുദ്ധി തോന്നിയത്. അദ്ദേഹം ഇന്ദ്രനോട് പറഞ്ഞു: ഹേ ദേവേന്ദ്ര, ഭൂമിയിൽ വിക്രമാദിത്യൻ എന്ന രാജാവ് ഉജ്ജയിനി എന്നൊരു രാജ്യം ഭരിക്കുന്നു. അദ്ദേഹം ജന്മം കൊണ്ട് മനുഷ്യനാണെങ്കിൽ ഇന്ദ്രന് തുല്യം പദവിയുള്ള ആളാണ്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ വെല്ലാൻ യോഗ്യനായ ഒരാൾ ഈ ദേവലോകത്ത് പോലുമില്ല. ഒരു പക്ഷേ വിക്രമാദിത്യന് ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താനാവും എന്നാണ് നാം കരുതുന്നത്. നാരദൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ അത് ശരിയാണെന്ന് ദേവേന്ദ്രൻ തോന്നി. ഉടൻ തന്നെ വിക്രമാദിത്യനെ കൂട്ടിക്കൊണ്ടുവരാനായി ദേവേന്ദ്രൻ തൻ്റെ സാരഥിയായ മാതലിയെ നിയോഗിച്ചു. ഇന്ദ്രപ്പട്ടം വഹിക്കുന്ന ദേവേന്ദ്രൻ്റെ സാരഥിയായ താൻ ഭൂമിരാജാവായ വിക്രമാദിത്യൻ്റെ തേരാളിയാവുകയോ. വിക്രമാദിത്യനെ കൂട്ടിക്കൊണ്ടുവരാൻ മാതലി അല്പം വൈമനസ്യം കാണിച്ചു. അത് തൻ്റെ അന്തസ്സിന് കുറവാണെന്നോർത്ത് അയാൾ കുണ്ഠിതപ്പെട്ടു. കാര്യം മനസ്സിലാക്കിയ ദേവേന്ദ്രൻ വിക്രമാദിത്യൻ സാധാരണക്കാരനല്ലെന്നും അമാനുഷ പ്രഭാവമുള്ളൊരു വ്യക്തിയാണെന്നും മാതലിയെ പറഞ്ഞ് മനസ്സിലാക്കി. അതിൻ പ്രകാരം മാതലി ഉജ്ജയിനിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ നേരെ അർദ്ധരാത്രിയോട് അടുത്തിരുന്നു. അതിനാൽ കൊട്ടാരവാതിൽക്കൽ എത്തിയ മാതലിയെ കാവൽക്കാർ അകത്തേക്ക് കടത്തിവിട്ടില്ല. വിവരം രാജാവ് അറിഞ്ഞു. ഭട്ടിയുമായി രാജകാര്യങ്ങളിൽ മുഴുകിയിരുന്ന വിക്രമാദിത്യൻ
രാത്രിയിൽ മുഖം കാണിക്കാൻ വന്നയാളിന് എന്തോ അത്യാവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി അയാളെ അകത്തേക്ക് കടത്തിവിടാൻ ആജ്ഞാപിച്ചു. മാതലിയെ കണ്ട് വിക്രമാദിത്യൻ അതിശയിച്ചു. ആ അതിഥിയെ സർവ്വവിധ സ്നേഹ ബഹുമാന ആദരങ്ങളോടെയും സൽക്കരിച്ചിരുത്തി വരവിന്റെ ഉദ്ദേശം ആരാഞ്ഞു. ദേവേന്ദ്രൻ നിർദ്ദേശപ്രകാരം വിക്രമാദിത്യനെ സ്വർലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനാണ് മാതലി വന്നിരിക്കുന്നതെന്നറിഞ്ഞപ്പോൾ മാതലി മൊത്തുള്ള തന്റെ സ്വർഗയാത്രയെ സംബന്ധിച്ച ഭട്ടിയുടെ അഭിപ്രായം ഭാവങ്ങളിലൂടെ അദ്ദേഹം ആരാഞ്ഞു. രാജാവിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന ഭട്ടി നിറഞ്ഞ മനസ്സോടെ യാത്രാമംഗളം നേർന്നു. സമേതം വിക്രമാദിത്യൻ ഭദ്രാക്ഷേത്ര സന്നിധിയിലെത്തി ഉള്ളു തുറന്ന് കൈകൂപ്പി ദേവിയിൽ നിന്ന് അനുഗ്രഹവും വാങ്ങി ഭരണകാര്യങ്ങൾ ഭട്ടിയെ ഏൽപ്പിച്ച ശേഷം സാരഥിയോടൊപ്പം പുറപ്പെടാൻ തയ്യാറായി. മാതലി തേരിനകത്ത് കടന്ന് വിക്രമാദിത്യൻ ഒരു കാലെടുത്ത് തേരിൽ വെച്ചപ്പോൾ തന്നെ മാതലി അതിശീഘ്രം തേരോടിച്ചുപോയി. വിക്രമാദിത്യനാകട്ടെ ഒരു കാൽ മുറുകെ ഊന്നിപ്പിടിച്ചു നിന്നു. അതിനാൽ മാതലി ആശിച്ചതുപോലെ സംഭവിച്ചില്ല. രാജാവ് തേരിൽ കയറുന്നതിന് മുമ്പ് മാതലി അതിവേഗം തേരോടിച്ചത് വിക്രമാദിത്യനെ എങ്ങനെയെങ്കിലും വകവരുത്തുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ അയാൾ തേരിന്റെ വേഗത കുറയ്ക്കുകയും താൻ ചെയ്ത തെറ്റിന് രാജാവിനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അമാനുഷ കഴിവുകളുള്ള ഒരാളാണെന്ന് മാതലിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ദേവലോകത്തെത്തിയ വിക്രമാദിത്യന് ഇന്ദ്രനെ നമസ്കരിച്ചു. ഇന്ദ്രൻ വിക്രമാദിത്യനെ ആശീർവദിച്ചു. ദീപ്തമായ ആ കണ്ണുകളിൽ തന്റെ നയനം പതിഞ്ഞു. അത് ആകർഷകമായിരുന്നു. അനന്തര സൽക്കാരാദികളുടെ മുന്നോടിയായിരുന്നു. സന്നിഭനായ സുകുമാര കളേബരനായ ശ്രീ പരമേശ്വരനെ പോലെ പരാക്രമശാലി, വിദ്യയിൽ ബൃഹസ്പതിയെയും വിനയത്തിൽ മഹാവിഷ്ണുവിനെയും വെല്ലുന്നവൻ. നാരദവാക്യത്തിന്റെ സാധുത ദേവേന്ദ്രന് തികച്ചും ബോധ്യപ്പെട്ടു. ദേവേന്ദ്രൻ വിക്രമാദിത്യനെ സംപൂജ്യമായ ഭദ്രാസനത്തിൽ ഉപവിഷ്ടനാക്കി. വിധിപ്രകാരമുള്ള എല്ലാ ആതിഥ്യോപചാരങ്ങളും നിർവഹിച്ചു. കുശല അന്വേഷണം തുടങ്ങി. ദേവദേവനായ അങ്ങയുടെയും ശചീദേവിയുടെയും അനുഗ്രഹത്താൽ ഭൂമിയിൽ തനിക്കും മന്ത്രിക്ക് അന്തഃപുരവാസികൾക്കുമൊക്കെ സുഖം തന്നെ എന്ന് വിക്രമാദിത്യൻ അറിയിച്ചു. സന്തുഷ്ടനായ ദേവേന്ദ്രൻ അതിഥിക്ക് താമസിക്കാൻ പ്രത്യേകമായ താമസ സ്ഥലം ഏർപ്പാട് ചെയ്തു. അദ്ദേഹത്തെ സന്തോഷിപ്പാൻ പല കലാപരിപാടികളും ദേവേന്ദ്രൻ ഏർപ്പെടുത്തിയിരുന്നു. ഒരിക്കൽ ഇന്ദ്രസദസ്സിൽ ഉർവശി രംഭമാരുടെ നൃത്തം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ടിരുന്ന വിക്രമാദിത്യനോട് ദേവേന്ദ്രൻ സ്വകാര്യമായി ചോദിച്ചു, ഇവരിൽ ആരാണ് സമർത്ഥ? അപ്രതീക്ഷിതമായ ആ ചോദ്യത്തിന് ഉടനെ ഒരു ഉത്തരം നൽകാൻ വിക്രമാദിത്യന് കഴിഞ്ഞില്ല. അതിനാൽ ദേവേന്ദ്രനോട് അടുത്ത ദിവസം ഉത്തരം പറയാമെന്ന് അറിയിച്ചു. ഇന്ദ്രന് സമ്മതമായി. ബുദ്ധിമാനായ വിക്രമാദിത്യൻ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ഉദ്യാനത്തിൽ ചെന്ന് മനോഹരവും സുഗന്ധപൂരിതവുമായ പാരിജാത പുഷ്പങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് 2 പൂച്ചെണ്ടുകൾ നിർമ്മിച്ചു. 2 ചെണ്ടുകളിലും വേണ്ടുവോളം തേളുകളെയും കടന്തലുകളെയും കടത്തിവിട്ടു. വൈകുന്നേരം നൃത്തം കാണാനെത്തിയ വിക്രമാദിത്യൻ പൂച്ചെണ്ടുകൾ കൂടി എടുക്കാൻ മറന്നില്ല. നൃത്ത മത്സരം ആരംഭിച്ചു. പതിവ് പോലെ ആർക്കും വിധി പ്രസ്താവിക്കാനാവാതെ നൃത്തം തുടർന്നുകൊണ്ടിരുന്നു. ആ നൃത്തപ്രകടനത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്ന വിക്രമാദിത്യനോട് ഇന്ദ്രൻ തലേ ദിവസം ചോദിച്ച അതേ ചോദ്യം ആവർത്തിച്ചു. ഇതിൽ ആരാണ് സമർത്ഥ? വിക്രമാദിത്യന് ഒരക്ഷരം ഉരിയാടിയില്ല. അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ സൂക്ഷിച്ച പൂച്ചെണ്ടുകളുമായി നർത്തകികളെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വെറുതെ നൃത്തം ചെയ്യുന്ന കണ്ടിട്ട് ഒരു രസവും തോന്നുന്നില്ല. അതിനാൽ ഈ പൂച്ചെണ്ടുകൾ പിടിച്ചുകൊണ്ട് നൃത്തം ചെയ്യുക. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം ഓരോ ചെണ്ടുകൾ വീതം ഇരുവർക്കും നൽകി. മടങ്ങി വന്ന് സിംഹാസനത്തിൽ നിന്ന് പിന്നീട് അവർ ആ ചെണ്ടുകളും പിടിച്ചുകൊണ്ടാണ് നൃത്തം ചെയ്തത്. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നൃത്തസദസ്സിലിരുന്ന കാണികൾക്ക് കാര്യം പിടികിട്ടിയതുമില്ല. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഇന്ദ്രൻ വിക്രമാദിത്യനെ ചോദ്യരൂപേണ നോക്കി. വിക്രമാദിത്യൻ ഇന്ദ്രനോട് അല്പം കൂടി ക്ഷമിക്കാൻ ആംഗ്യരൂപേണ ആവശ്യപ്പെട്ടു. രംഭ തനിക്ക് കിട്ടിയ പൂച്ചെണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് നൃത്തത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ചെണ്ടിനെ മുറുകെ പിടിച്ച് അതിനുള്ളിലുണ്ടായിരുന്ന കടന്തലുകൾക്കും തേളുകൾക്കും ഉപദ്രവം ഏൽപ്പിച്ചതിനാൽ അവർ രംഭയുടെ കൈകളെ കുത്തിയും കടിച്ച് മുറിവേൽപ്പിച്ചു. വേദന സഹിക്കയ്യാതായപ്പോൾ രംഭ പൂച്ചെണ്ട് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. ഉർവശിയാകട്ടെ പൂഞ്ചെണ്ടിനെ മൃദുവായി പിടിച്ചുകൊണ്ടാണ് നൃത്തം ചെയ്തത്. അതിനാൽ അവൾ ഒരു ശല്യവും നേരിട്ടില്ല. ഇത് കണ്ട് വിക്രമാദിത്യൻ ഉർവശിയെ അഭിനന്ദിച്ചുകൊണ്ട് സമ്മാനവും നൽകി. ഈ പ്രശ്നോത്തരി എങ്ങനെയാണ് സമർത്ഥിച്ചതെന്ന് ഇന്ദ്രനടക്കം അവിടെ കൂടിയിരുന്നവർക്ക് ആർക്കും തന്നെ മനസ്സിലായില്ല. ദേവേന്ദ്രൻ വിക്രമാദിത്യനോട് അത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ വിക്രമാദിത്യൻ പറഞ്ഞു, രംഭയേക്കാൾ ബുദ്ധിമതിയും സമർത്ഥയും ഉർവശിയാണെന്നത് സംശയമില്ല. തെളിയിക്കുന്നതിനായിട്ടാണ് തേളുകളെയും കടന്തലുകളെയും കടത്തിവിട്ടത്. പൂച്ചെണ്ടുകൾ ഇരുവർക്കും നൽകിയത്. രംഭ മുരട്ടു പ്രകൃതക്കാരിയായതിനാൽ ആ ചെണ്ട് വലിച്ചെറിഞ്ഞു. ഉർവശിയാകട്ടെ സൗമ്യ പ്രകൃതക്കാരിയെ നൃത്തത്തിൽ നിപുണയുമാണ്. വിക്രമാദിത്യന്റെ നീതി നിർവഹണത്തിലും ബുദ്ധിശക്തിയിലും എല്ലാവരും വിസ്മയിച്ചു.
ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത പ്രശ്നം എത്ര നയപരമായിട്ടാണ് വിക്രമാദിത്യൻ കൈകാര്യം ചെയ്ത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിവൈഭവത്തെ എല്ലാവരും അഭിനന്ദിച്ചു. തൻ്റെ വകയായി ഉചിതമായൊരു പാരിതോഷികം നൃപന് കൊടുക്കണമെന്ന് ദേവേന്ദ്രൻ നിശ്ചയിച്ചു. അത്ഭുത സിംഹാസനം. ഭൂസ്വർഗപാതാളങ്ങളുടെ ആധിപത്യം നേടിയ ദേവേന്ദ്രൻ ത്രിലോക അധിപനായപ്പോൾ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിന് അത്ഭുതകരമായ സിംഹാസനം സമ്മാനിക്കുകയുണ്ടായി. 32 പടികളോടുകൂടിയ സുവർണമായ ഒരു രത്നസിംഹാസനത്തിലെ ഓരോ പടിയും ഓരോ പ്രതിമയാൽ അലങ്കൃതമായിരുന്നു. ഇന്ദ്രൻ ആ വിശേഷപ്പെട്ട സിംഹാസനം വിക്രമാദിത്യന് സമ്മാനിച്ചു. ആ സിംഹാസനത്തിൽ നിന്ന് 1000 വർഷം നാടുവാഴാനുള്ള അനുഗ്രഹവും ഇന്ദ്രൻ വിക്രമാദിത്യന് നൽകി. 32 സോപാനങ്ങളും ഓരോ സോപാനത്തിലും കാവൽക്കാരായ ഓരോ സാലഭഞ്ചികകളും ഉള്ള രത്നഖചിതമായ ആ സ്വർണ്ണ സിംഹാസനവും കൊണ്ട് വിക്രമാദിത്യൻ മാതലിയോടൊപ്പം ഭൂമിയിൽ മടങ്ങിയെത്തി. വിക്രമാദിത്യൻ്റെ യശസ് ത്രിലോകങ്ങളിലും വ്യാപിച്ചു. സകലകലാവല്ലഭനായ രാജാതിരാജൻ തൻ്റെ ഭാവനയ്ക്കൊത്തവണ്ണ ഉജ്ജയിനിയെ കലകളുടെ കേളീരംഗമാക്കി തീർത്തു. 56 രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്വമേധയാ സമർപ്പിച്ചു. സർവ്വജനങ്ങൾക്കും ക്ഷേമം, ദുഃഖമറിയാത്ത സുന്ദര ദിനങ്ങൾ, എങ്ങ് സന്തോഷത്തിമിർപ്പുകൾ അലയടിച്ചിരുന്നു. തൻ്റെ ബുദ്ധിവികാസത്തിലുപരി ജനങ്ങളെ ബുദ്ധിമാന്മാരും കാര്യക്ഷമതയുള്ളവരുമാക്കി മാറ്റുവാൻ രാജാവ് പലവിധ തന്ത്രങ്ങളും പ്രയോഗിച്ചു വന്നു. ഇതിൻ്റെ എല്ലാ സൂത്രധാരൻ ഭട്ടിയായിരുന്നു. വിക്രമാദിത്യ രാജാവിൻ്റെ സിംഹാസനം എന്തുകൊണ്ട് ലോകപ്രശസ്തമാണ്? ഇന്ദ്രൻ സമ്മാനിച്ച നവരത്ന ഖചിതമായ അത്ഭുത സിംഹാസനത്തിൽ വിക്രമാദിത്യൻ സൃഷ്ടി, സ്ഥിതി, സംഹാരമൂർത്തികൾ ഒരുമിച്ച് കൂടിയ മഹാചൈതന്യവാനായി പ്രശോഭിച്ചു. ബഹുവർണ്ണാങ്കിതമായ രാജസദസ് രാജാക്കന്മാർ, മന്ത്രിമാർ, പണ്ഡിതന്മാർ, കവി, കുലോത്തമന്മാർ എന്നിവരെ കൊണ്ട് അലങ്കൃതമായിരുന്നു. ധന്വന്തരി, കാമരസിംഹ, ശംഖുവേതാള, ഭട്ട, ഘടകർപ്പര, കാളിദാസ, ഖ്യാതോ വരാഹമിഹിരോ നൃപതേ സഭയാം രത്ന നീ വൈവരരുചിർ നവവിക്രമസ്യ. അതായത് ധന്വന്തരി, ക്ഷപിണകൻ, അമരസിംഹൻ, ശംഖു, വേതാളഭട്ടൻ, ഘടകർപ്പരൻ, കാളിദാസൻ, വരാഹമിഹിരൻ, വരരുചി എന്നീ 9 പേരടങ്ങുന്നതായിരുന്നു വിദ്വൽ സദസ്. ഇതിൽ വരരുചിയായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ പണ്ഡിതൻ. ആയുർവേദ ശാസ്ത്രത്തിലെ മഹാചാര്യനായിരുന്നു ധന്വന്തരി. കാളിദാസൻ കവികളിൽ സർവഭൗമനും ഇതുപോലെ മറ്റുള്ളവരും ഓരോരോ വിഷയങ്ങളിൽ പ്രൗഢ പണ്ഡിതന്മാരുമായിരുന്നു. വരരുചി സർവശാസ്ത്ര പണ്ഡിതനും ജ്യോതിശാസ്ത്ര പരാംഗതനുമായിരുന്നു. കൂടാതെ പാണ്ഡിത്യത്തിനും മതിത്വത്തിൽ അനുഗ്രഹീതനും. തർക്കശാസ്ത്രത്തിലെ ഏത് സങ്കീർണ പ്രശ്നങ്ങൾക്കും നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹം ഉത്തരം കണ്ടെത്തിയിരുന്നു. വരരുചിയുമായി കൂടിയാലോചിച്ച് മാത്രമേ രാജാവ് രാജകാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചിരുന്നുള്ളൂ. ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും രാജസദസ്സിൽ വരരുചിയുടെ അഭിപ്രായം അവസാന വാക്കായിരുന്നു. അതുകൊണ്ട് തന്നെയാവണം വിക്രമാദിത്യൻ വരരുചിയെ തൻ്റെ ഗുരുസ്ഥാനീയനായി ആദരിച്ചു പോകുന്നത്. ഇനി നമ്മൾ അടുത്ത കഥയെന്ന് പറയുന്നത് വരരുചിയാണ്, വിക്രമാദിത്യ സദസ്സിൽ. അത് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നമസ്കാരം.